ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രൂട്ടസ്. അപ്പം BGM യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പുതുതായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം, ഒരുപാട് പ്രശ്നമുണ്ട്. അതിന് പുതിയ പ്രശ്നമാണ് ട്വിറ്ററിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ട്വിറ്റർ ഉപയോഗിച്ച് ഗെയിം ലോഗിൻ ചെയ്യുന്ന iOS യൂസേഴ്സിന് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അവർക്ക് സ്ക്രീനിൽ ഈ കാണിക്കുന്ന ഒരു എററാണ് കാണിക്കുന്നത്. ആൻഡ്രോയിഡ് യൂസേഴ്സിന് പ്രശ്നമില്ല, ട്വിറ്റർ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് യൂസേഴ്സിനൊക്കെ പറ്റുന്നുണ്ട്. ബട്ട് iOS യൂസേഴ്സിനാണ് ഈ ഒരു പ്രശ്നം. ഇനി ആൻഡ്രോയിഡ് യൂസേഴ്സിന് പ്രശ്നമുണ്ടെന്ന് അറിയത്തില്ല. നിലവിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഇനി വീഡിയോ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടെന്ന് അറിയത്തില്ല. കാരണം BGMൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഘോരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 വീക്കായിട്ട് ഇപ്പോൾ ഉണ്ട് ഈ ഒരു പ്രശ്നം. ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല മുതലാളി. പിന്നെ മുതലാളി പൊതുവേ ബഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വാരിക്കോരി തരുന്നതുകൊണ്ട് അങ്ങോട്ട് നോക്കാറില്ല ശരിയാക്കുന്ന കാര്യത്തിലൊന്നും. ഇനി ഏതെങ്കിലും വലിയ കൊമ്പത്ത ഏതെങ്കിലും യൂട്യൂബേഴ്സൊക്കെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മാത്രമേ മുതലാളി ഇനി അത് ശരിയാക്കത്തുള്ളൂ. തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ടിപ്പുകൾ, ട്രിക്കുകളൊക്കെ പറയാം. ഇത് വർക്കാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. ദിസ് ഈസ് ഇൻക്യൂറബിൾ എന്നാണ് അറിയാൻ സാധിച്ചത്. ബട്ട് ചിലതൊക്കെ വർക്കാവുന്നുണ്ട്, ചിലർക്കൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. അതായത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊരു ഈസി മെത്തേഡാണ്. ബട്ട് ഇത് എല്ലാവർക്കും എല്ലാവർക്കും ഇത് പറ്റില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ, കടുകട്ടി വാക്കുകളൊന്നും ഉപയോഗിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രാക്ടിക്കബിൾ അല്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെത്തേഡ് പറയാം. ആദ്യത്തെ മെത്തേഡ് നമ്മുടെ iOSലാണല്ലോ ഈ പ്രശ്നം, ട്വിറ്ററിൻ്റെ പ്രശ്നം. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് ട്വിറ്റർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നൈസായിട്ട് ട്വിറ്റർ അൺലിങ്ക് ചെയ്യുക. അത് പക്ഷേ അത്രയും ടൈം എടുക്കും. അതായത് അൺലിങ്ക് ആയൊക്കെ വരാൻ ഏകദേശം 10 ഡേയ്സിന് മേളിലെടുക്കും. അത്രയും നേരം നിങ്ങൾക്ക് കളിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതായത് ട്വിറ്റർ ഉപയോഗിച്ച് ആ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡറി ലോഗിൻ മെത്തേഡ് എന്തായാലും കാണുമല്ലോ. അതായത് ഇപ്പോൾ ട്വിറ്റർ പ്ലസ് Gmail ID അല്ലെങ്കിൽ ട്വിറ്റർ പ്ലസ് ഫേസ്ബുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്വിറ്റർ മാത്രം അൺലിങ്ക് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ആഡ് ചെയ്യുക. പിന്നെ വേറൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ലോഗിൻ മെത്തേഡ് ഉള്ളത് അത് ട്വിറ്ററാണ്. അല്ലാതെ ഒരു ലോഗിൻ മെത്തേഡ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ലോട്ടിലേക്ക് ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്ക് വല്ലതും ലിങ്ക് ചെയ്തിട്ട് ആ ഫേസ്ബുക്ക് ഉപയോഗിച്ച് നമുക്ക് ഗെയിമിൽ കയറാവുന്നതാണ്. അപ്പോൾ ഇതാണൊരു വഴി. ഇത് വളരെ ഈസി വഴിയാണ്, ആർക്കും ചെയ്യാം, എല്ലാവർക്കും അറിയാവുന്ന വഴിയുമായിരിക്കും. അതാണ് നമ്മളിത് തുടക്കം തന്നെ പറഞ്ഞത്. ഇത് എല്ലാവർക്കും പ്രാക്ടിക്കബിൾ അല്ല. കാരണം ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സ്ലോട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ് ഇത് പറ്റുന്നത്. പിന്നെ ഇത് എല്ലാവർക്കും തലയിൽ തോന്നുന്ന ബുദ്ധിയുമാണ്. പക്ഷേ ഇത്രയും സമയമൊന്നും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഇച്ചിരി ചടങ്ങാണ്. ലോഗിൻ ചെയ്യുക, പിന്നെ ഈ പരിപാടി, അതായത് അൺലിങ്ക് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ലിങ്ക് ചെയ്യുക. കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത് ട്വിറ്റർ മാത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ വേറെ സ്ലോട്ട് ഫ്രീ ആയിരിക്കും. നേരെ ആൻഡ്രോയിഡ് ഫോണിൽ കയറുക, എന്നിട്ട് ട്വിറ്റർ വെച്ച് കയറിയിട്ട് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് ലിങ്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുക. ഫേസ്ബുക്ക് വെച്ചിട്ട് iOS ഡിവൈസിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതൊരു ഈസി വഴിയാണ്, എല്ലാവർക്കും ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഐഡിയ തന്നെയാണ്. ഇനി നിലവിലുള്ള ഗ്ലിച്ച് എങ്ങനെ ഫിക്സ് ചെയ്യാം? ആദ്യം തന്നെ പറയാം, ഇത് നമ്മുടെ പ്രശ്നമല്ല, മുതലാളിയുടെ പ്രശ്നമാണ്. അത് മുതലാളി ശരിയാക്കണം. മുതലാളി ശരിയാക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള iOS ഡിവൈസിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രൗസർ, സഫാരി അല്ലെന്നുണ്ടെങ്കിൽ ക്രോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ഡേറ്റ ചെയ്യുക. അതിൻ്റെ ഡേറ്റാസൊക്കെ ഒന്ന് ക്ലിയർ ഡേറ്റ ചെയ്ത് ഫ്രഷ് ആക്കിയതിന് ശേഷം ഒന്നും കൂടെ BGMയ്ക്ക് അത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ BGM റൂട്ടീൻ റിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നെറ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വഴി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വഴി ഞാൻ പറഞ്ഞല്ലോ, ലോഗിൻ വേറെ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പരിപാടി. അത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കത്തില്ല. അവൈലബിൾ ആയിട്ടുള്ളവർ, അതായത് നിങ്ങൾക്ക് ലോഗിൻ മെത്തേഡിൻ്റെ ആ ഭാഗത്തൊക്കെ സ്ലോട്ടൊക്കെ അവൈലബിൾ ഉള്ളവർ അത് ട്രൈ ചെയ്യുക. അത് ഈസി മെത്തേഡാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത്, നമ്മുടെ സഫാരി അല്ലെങ്കിൽ ക്രോമൊക്കെ ഒന്ന് ക്ലിയർ ഡേറ്റ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്വിറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്വിറ്റർ ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്വിറ്ററിൻ്റെ അകത്ത് നമ്മുടെ പാസ്വേഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലുള്ള വഴി. ഇതിൽ എല്ലാ വഴിയും എല്ലാവർക്കും ഒന്നും സപ്പോർട്ട് ആകുന്നില്ല. ഈ വഴി മൊത്തത്തിൽ സപ്പോർട്ട് ആവാതെയും ഉണ്ട്. അതായത് ഈ ട്രിക്കുകളൊന്നും വർക്കാവാത്തതും ഉണ്ട്. ഇത് നമ്മുടെ പ്രശ്നമല്ല. ആദ്യം തന്നെ നമ്മൾ പാനിക്കാവേണ്ട കാര്യമില്ല. അക്കൗണ്ട് പോയോ ഇനി കിട്ടത്തില്ല അങ്ങനെ പാനിക്കാവേണ്ട കാര്യമില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ലോഗിൻ മെത്തേഡാണ് നമ്മളെ ഗെയിമിലേക്ക് കയറ്റാൻ അനുവദിക്കുന്നത്. അപ്പോൾ എപ്പോഴും 2 ലോഗിൻ മെത്തേഡ് യൂസ് ചെയ്യുക. ഇപ്പോൾ പലരും iOS ഡിവൈസിൻ്റെ അകത്ത് ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ച് കയറും. ആൻഡ്രോയിഡ് യൂസേഴ്സിനകത്ത് Gmail ID ഇതൊക്കെ വെച്ച് കയറും. അപ്പം എപ്പോഴും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണോ ആ ഡിവൈസിൻ്റെ അകത്ത് 2 ലോഗിൻ മെത്തേഡ് വയ്ക്കുക. iOS ആണെങ്കിൽ Apple ID പ്ലസ് ഇതും യൂസ് ചെയ്യുക, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുക. ആൻഡ്രോയിഡ് ആണെങ്കിൽ Gmail ID പ്ലസ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പോയാൽ ഉപയോഗിക്കാൻ പറ്റും.